അഗ്നിജ്വാല എ ഡീപ് ലവ് സ്റ്റോറി ഭാഗം 49. അഗ്നി അവളെ തന്നിൽ നിന്നും അകറ്റി മാറ്റി. ജ്വാല കിതച്ചുകൊണ്ട് അവനെ നോക്കി. പക്ഷെ അവന്റെ നോട്ടം കിച്ചുവിലാണ്. എല്ലാം കണ്ട് തളർച്ചയോടെ പകപ്പോടെ ഇരിക്കുന്നുണ്ട് അവൻ. അഗ്നി പുച്ഛത്തോടെ ചുണ്ടൊന്നു കൊട്ടി. എന്തേ, ദേഷ്യം വരുന്നുണ്ടോടാ നിനക്ക്? എന്നാ എഴുന്നേറ്റ് വന്നെന്നെ അടിക്ക്. അഗ്നി മുരണ്ടു. കിച്ചു ദേഷ്യം കടിച്ചമർത്തി ആ ഇരിപ്പ് ഇരുന്നതേയുള്ളൂ. അഗ്നി പെട്ടെന്ന് ജ്വാലയെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. ജ്വാല അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കി. അപ്പോ ഇനി മറക്കരുത് ചരൺ, ഇത് ജ്വാല, അഗ്നിദേവിന്റെ ഭാര്യ. ഇവളിൽ അവകാശമുള്ള ഒരേ ഒരാൾ അത് ഈ ഞാൻ മാത്ര. പിന്നെ ഇവൾ ഇട്ടേക്കുന്ന ഡ്രസ്സ് അത് ഞാൻ വാങ്ങിക്കൊടുത്തതാ. ചരൺ അല്ല ഇവളുടെ ഭർത്താവ്, അഗ്നിയാ. അതുകൊണ്ട് എൻ്റെ ഭാര്യ അവൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കും, അവൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യും. മേലാൽ നിന്റെ കൊണാക്കിലെ കഴപ്പോണ്ട് ഇവളുടെ മുന്നിൽ വന്ന നായെ കൊന്നു തള്ളും നിന്നെ ഞാൻ. കനത്ത സ്വരത്തിൽ അത്രയും പറഞ്ഞുകൊണ്ട് അവൻ ജ്വാലയുടെ കയ്യും പിടിച്ച് മുകളിലേക്കുള്ള പടികൾ കയറി. ഡോറ് കടന്ന് പുറത്തേക്ക് പോകും മുന്നേ അഗ്നി കിച്ചുവിനെ ഒന്ന് തിരിഞ്ഞു നോക്കി. പക്ഷെ ജ്വാലയുടെ നോട്ടം അപ്പോഴും അഗ്നിയിൽ മാത്രമായിരുന്നു. ചരൺ, ഇപ്പോ ഇവിടെ നടന്നത് നമ്മളും മൂന്നാളും മാത്രം അറിഞ്ഞാൽ മതി കേട്ടോ. ഇവിടെ ഉള്ളവരറിഞ്ഞാലും അഗ്നിക്കൊരു ചുക്കുമില്ല. നാണക്കേട് നിനക്ക് തന്നെയാ. അഗ്നി അവനോട് പുച്ഛത്തോടെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും നടന്നു നീങ്ങി. കിച്ചു ചുമരിലേക്ക് ചാഞ്ഞിരുന്നു. പെട്ടെന്ന് എടുത്തു ചാടി ഒന്നും പ്രവർത്തിക്കരുതെന്ന് അച്ഛനും അമ്മാവനും തന്നെ ഉപദേശിച്ചിട്ടും അത് കേൾക്കാതിരുന്നത് തെറ്റായി പോയി എന്ന് കിച്ചുവിനിപ്പോൾ മനസ്സിലാവുന്നുണ്ടായിരുന്നു. അവൻ നിരങ്ങിക്കൊണ്ട് അവിടെ നിന്നും എഴുന്നേൽക്കാൻ ശ്രമിച്ചെങ്കിലും ശരീരം മൊത്തത്തിൽ തോന്നിയ വേദനയിൽ അവൻ അവിടെ തന്നെ ഇരുന്നു പോയി. അഗ്നി ജ്വാലയെ വലിച്ചുകൊണ്ടു പോകും പോലെയാണ് അവിടെ നിന്നും കൊണ്ടുപോയത്. തറവാടിന്റെ മുറ്റത്തെത്തിയതും അവൻ അവളെ ദേഷ്യത്തോടെ നോക്കി അവളുടെ കൈകളെ കുടഞ്ഞെറിഞ്ഞ് അകത്തേക്ക് പാഞ്ഞു. അവൻ പോകുന്നത് നോക്കി നിന്ന അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അഗ്നിയെ അകത്തെ ഹാളിലൊന്നും കാണാതിരുന്നതും ജ്വാല നേരെ അവരുടെ റൂമിലേക്ക് നടന്നു. അഗ്നി റൂമിലുണ്ട്. അവൻ ബെഡിൽ ഇരിക്കുകയാണ്. പക്ഷേ അവന്റെ മുഖത്ത് ഇപ്പോഴും അതേ ദേഷ്യം. അത് കാണുന്തോറും ജ്വാലയ്ക്ക് അവനെ നോക്കാൻ പോലും പേടി തോന്നിയിരുന്നു. എങ്കിലും അവന്റെ മൗനം തന്നെ വിഷമിപ്പിക്കുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു. സഹിക്കാൻ കഴിയാത്ത വേദന തോന്നി അവൾക്ക്. അഗ്നി, അവള് ബെഡിലിരിക്കുന്ന അവന് മുന്നിലായി വന്നു നിന്നുകൊണ്ട് വിളിച്ചു. തറപ്പിച്ചൊരു നോട്ടമായിരുന്നു അവന്റെ മറുപടി. ജ്വാലയുടെ തല താഴ്ന്നു, കണ്ണുകൾ നിറഞ്ഞു. അവളുടെ തേങ്ങലുകൾ അവന്റെ ചെവിയിലും എത്തി. അത് കേൾക്കാൻ കഴിയാതെ അഗ്നി അസ്വസ്ഥതയോടെ ജനലിലൂടെ പുറത്തേക്ക് നോക്കിയിരുന്നു. അഗ്നി, എന്നോടെന്താ മിണ്ടാത്തെ? അവൾ തേങ്ങലോടെ ചോദിച്ചു. അവൻ മറുപടി പറഞ്ഞില്ല. പക്ഷെ അവന്റെ കണ്ണുകൾ കലങ്ങിയിരുന്നു. അഗ്നി, അവൾ വീണ്ടും വിളിച്ചു. അവൻ അവളെ തുറച്ചു നോക്കി. സോറി അഗ്നി, ഞാൻ പേടിച്ചുപോയി, അതുകൊണ്ടാ. എന്നോട് മിണ്ട്. അവൾ അവനോട് കണ്ണു നിറച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ മിണ്ടിയാലും മിണ്ടിയില്ലെങ്കിലും നിനക്ക് എന്താ? നിനക്ക് നിന്റെ കിച്ചേട്ടനല്ലേ, അവനല്ലേ നിനക്ക് വലുത്. ഞാൻ ആരാ നിന്റെ കഴുത്തിലൊരു താലിയും കെട്ടി നിന്നെ ബുദ്ധിമുട്ടിക്കുന്നവൻ അല്ലേ? അവൻ ഗൗരവത്തോടെ ചോദിച്ചു. അവള് ചുണ്ടു വിതുമ്പി അവനെ നോക്കി. അഗ്നി ഒന്ന് നിശ്വസിച്ചുകൊണ്ട് ബെഡിൽ നിന്നും എഴുന്നേറ്റു. ജ്വാല അവനെ തന്നെ നോക്കി നിന്നു. അവൻ അവളെ ശ്രദ്ധിക്കാതെ ടേബിളിൽ ഇരിക്കുന്ന അവന്റെ ബാഗ് തുറന്ന് ചെയറിൽ വിരിച്ചിട്ടിരിക്കുന്ന അവന്റെ ഡ്രസ്സ് എടുത്ത് അതിലേക്ക് വെച്ചു. ജ്വാലയുടെ നെറ്റി ചുളിഞ്ഞു. എന്താ ചെയ്യണ അഗ്നി? അവള് സംശയത്തോടെ ചോദിച്ചു. വീട്ടിലേക്ക് പോവാ, അല്ലാതെന്താ? അവൻ അവളെ തിരിഞ്ഞു നോക്കി പറഞ്ഞു. ജ്വാല അവനെ വിഷമത്തോടെ നോക്കി. ഇപ്പൊ വന്നല്ലേ ഉള്ളൂ അഗ്നി, ഇപ്പോഴേ പോണോ? പോണം. അവനിൽ ഗൗരവം തന്നെ. അവള് മൂളിക്കൊണ്ട് അവന്റെ ബാഗിനടുത്തായി വെച്ചിരിക്കുന്ന ചെറിയ ബാഗ് എടുത്ത് കയ്യിൽ പിടിച്ചു. ഇതെന്തിനാ? അഗ്നി അവളെ പുരികമുയർത്തി നോക്കി. നമ്മള് വീട്ടിലേക്ക് പോവല്ലേ അപ്പോ? അവള് ചോദിച്ചു. നമ്മള് പോകുന്നില്ല, ഞാനേ പോകുന്നുള്ളൂ. നീ ഇവിടെ നിന്നോ, ഇതല്ലേ നിന്റെ വീട്. ഞാൻ നിനക്കൊരു ശല്യാവുന്നില്ല, പോയി തന്നേക്കാ. അവൻ അവളുടെ നിറമിഴികളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. ജ്വാല ഞെട്ടിത്തെറിച്ച് അവനെ നോക്കി. അപ്പോ എന്നെ കൊണ്ടുപോണില്ലേ? അവൾ അടുത്ത കരച്ചിലിനുള്ള ഒരുക്കമായി. ഇല്ല, അല്ലെങ്കിലും എന്തിനു കൊണ്ടുപോകണം? നിന്റെ പ്രിയപ്പെട്ടവരെല്ലാം ഇവിടെയല്ലേ, അപ്പോ നീ ഇവിടെ തന്നെ നിന്നോ. അവൻ കനപ്പിച്ചു പറഞ്ഞു. ആ പൂച്ച കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് കണ്ട് തന്റെ നെഞ്ചി വിങ്ങുന്നത് അവനറിഞ്ഞു. പക്ഷേ ഇനിയും വയ്യ അവളുടെ അവഗണന താങ്ങാൻ. എന്റെ സ്നേഹം ഒട്ടും മനസ്സിലാക്കുന്നില്ലല്ലോ. അവൻ അവളെ വേദനയോടെ നോക്കി. ഞാൻ പോവാ, നിനക്ക് അങ്ങോട്ട് എന്തെങ്കിലും വരാൻ തോന്നുകയാണെങ്കിൽ വരാ, അല്ലെങ്കിൽ ഇവിടെ തന്നെ നിന്നോ. അവൻ ബാഗ് കയ്യിലെടുത്തുകൊണ്ട് ഗൗരവത്തോടെ പറഞ്ഞു. അവൾ തലതാഴ്ത്തി നിന്നു. അവനോട് മറുപടി പറയാൻ പോലും കഴിയുന്നില്ല. തൊണ്ടക്കുഴി വിങ്ങുന്നു. അവന് മനസ്സിലാവുന്നുണ്ടായിരുന്നു അവളുടെ സങ്കടം. പക്ഷേ എന്നെ മറന്നില്ലേ, ഞാനില്ലേ? എന്നിട്ടും അവനിൽ പരിഭവമോ ദേഷ്യമോ അങ്ങനെ എന്തെല്ലാമോ ആയിരുന്നു. ശരി ജ്വാല, അവൻ പറഞ്ഞു. എന്നിട്ടിട്ട് പോവല്ല അഗ്നി. അവൾ തല ഉയർത്താതെ തന്നെ പറഞ്ഞു. ഞാൻ പൊക്കോട്ടെ ജ്വാല, നിനക്ക് ഞാനൊരു ശല്യാവുന്നത് പോലെ തോന്നുന്നു എനിക്ക്. സഹിക്കുന്നില്ലടി എനിക്കത്. അവന്റെ സ്വരമിടറി. അവൾ അവനെ നോക്കി വിതുമ്പി.
കരയണ്ട, കുറച്ചു ദിവസം ഇവിടെ നിന്നോ, നിന്റെ സന്തോഷം ഇവിടെയല്ലേ. അവൻ പറഞ്ഞു. അപ്പോഴും കിച്ചുവിന് മുന്നിൽ അവളെ ഇട്ടുകൊടുത്തു പോവില്ല എന്ന് അവന് സ്വയം അറിയാമായിരുന്നു. പക്ഷെ എന്തോ ഒരു കുഞ്ഞു ദേഷ്യം തോന്നുന്നു അവളുടെ പ്രവൃത്തിയോട്. അവൻ അവളെ ഇടങ്ങണിട്ട് നോക്കി. പെണ്ണ് ആകെ ചുവന്ന് നിൽക്കാണ്, കരഞ്ഞാകെ വശം കെട്ടിരിക്കുന്നു. അവൻ അവളെ മാറോട് ചേർക്കാൻ കൊതി തോന്നി. ഞാൻ പൊക്കോട്ടെ? അവൻ വീണ്ടും ചോദിച്ചു, അവളുടെ മറുപടി അറിയാൻ. എന്നെ കൊണ്ടുപോവോ? എനിക്ക് നമ്മുടെ വീടാ ഇഷ്ടം, അവൾ പതിയെ പറഞ്ഞു. പക്ഷെ അപ്പോഴേക്കും അവളിൽ നിന്നും തേങ്ങൽ ഉയർന്നിരുന്നു. അവന്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. വേണ്ട, നീ ഇവിടെ നിന്നാ മതി, അവൻ കപടദേഷ്യത്തോടെ പറഞ്ഞു. അവൾ മറുപടി പറഞ്ഞില്ല. അവൻ അവളെ ഒന്ന് നോക്കി ബാഗ് എടുത്ത് റൂമിൽ നിന്നും പുറത്തേക്ക് പോയി. ജ്വാല തറഞ്ഞു നിന്നുപോയി. എത്രയൊക്കെയായാലും തന്നെ വിട്ടവൻ പോവില്ല എന്ന് ഉള്ളിൽ ഒരു വിശ്വാസമുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അവൾക്കൊന്ന് പൊട്ടിക്കരയാൻ തോന്നി. അവൾ പെട്ടെന്ന് ഡോറ് ചാരി ജനലോരം വന്നു നിന്നു. കണ്ണുകൾ പെയ്യുന്നുണ്ട്. അവൾ അതിനെ തടഞ്ഞു വെച്ചില്ല. ജനൽക്കമ്പിയിൽ കൈകൾ മുറുകുന്നതിനോടൊപ്പം മുഖവും അവൾ അതിലേക്ക് അമർത്തി വെച്ചു. കണ്ണുകൾ നിറഞ്ഞൊഴുകി. അച്ഛ, അമ്മ, അഗ്നി, അഗ്നിയും പോയല്ലോ എന്നെ വിട്ട്. എന്നെ എന്താ ആർക്കും ഇഷ്ടമല്ലാത്ത? ഞാൻ അത്രയ്ക്ക് ചീത്തയാണോ? അവൾ പതിയെ ചോദിച്ചു. എനിക്കിവിടെ നിൽക്കണ്ട അമ്മ, എനിക്ക് അഗ്നിയുടെ വീടാ ഇഷ്ടം. പക്ഷെ എന്നെ കൊണ്ടുപോയില്ല. ഞാനവളെ സങ്കടപ്പെടുത്തി. അവൾ തേങ്ങി. കിച്ചേട്ടൻ ചെറുപ്പം തൊട്ട് എന്നെ പേടിപ്പിച്ച് നിർത്തിയതുകൊണ്ടാ പെട്ടെന്ന് കിച്ചേട്ടനെ കണ്ടപ്പോൾ ഞാൻ പേടിച്ചേ. പക്ഷേ അഗ്നി ഇല്ല എൻ്റെ കൂടെ. പിന്നെ ഞാനെന്തിനാ പേടിച്ചേ അറിയില്ല. ഞാനാളപ്പം മറന്നുപോയി. അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു. എന്നെ വേണ്ടാഞ്ഞിട്ട് പോയതാ. എന്നെ ഇഷ്ടമല്ല, ആർക്കും വേണ്ടല്ലോ എന്നെ. മുത്തിന് എന്തേ കൊണ്ടുപോയില്ല നിങ്ങളുടെ കൂടെ? തനിച്ചെനിക്ക് പറ്റില്ലല്ലോ. ഞാൻ ചത്തുകളയും, നോക്കിക്കോ. ഞാനും നിങ്ങളുടെ അടുത്തേക്ക് വരും. ഇങ്ങനെ വേദനിച്ച് വയ്യ. അഗ്നി എന്നെ വിട്ട് പോയി. എന്നെ ഇഷ്ടമല്ലാത്തോണ്ടാ. പൊക്കോട്ടെ. പാവാ, എനിക്കറിയാം ഇപ്പോ. പക്ഷെ ഇടയ്ക്ക് എനിക്ക് പേടിയാവും. എന്നാലും എന്നിട്ട് പോയില്ലേ, എനിക്ക് നെഞ്ചൊക്കെ വേദനിക്കുന്നമ്മ. എനിക്ക് ആരും ഇല്ലാത്ത പോലെ തോന്നുക, മരിക്കാൻ തോന്നുക, അവൾ തേങ്ങിക്കൊണ്ട് പറഞ്ഞു. പെട്ടെന്ന് പുറകിൽ നിന്നും രണ്ട് കൈകൾ തന്റെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ച് തന്റെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി വെക്കുന്നത് ജ്വാല അറിഞ്ഞു. പൊട്ടിക്കരഞ്ഞുപോയവൾ. അവനും കരയുകയായിരുന്നു എന്ന് തോളിൽ പതിഞ്ഞ അവന്റെ കണ്ണുനീർ അവൾക്ക് മനസ്സിലാക്കി കൊടുത്തു. അവൾ പെട്ടെന്ന് തിരിഞ്ഞു നിന്ന് അവന്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി. ഒരു കൈയാൽ അവന്റെ ഷർട്ടിനെ ചുരുട്ടിപ്പിടിച്ചവൾ തേങ്ങി തേങ്ങി കരഞ്ഞു. അഗ്നി, എന്തിനാ എന്നെ ഇട്ടിട്ട് പോയേ? എന്നെ വേണ്ടേ? ആർക്കും എന്നെ ഇഷ്ടമല്ലല്ലോ. ഞാൻ ചീത്തയാണോ? അവൾ അഗ്നിയുടെ നെഞ്ചിൽ കിടന്ന് പദം പറഞ്ഞു കരഞ്ഞു. അഗ്നി ഒന്നുകൂടി അവളെ ഇറുക്കി പിടിച്ചു. പക്ഷെ അവൾ അവനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുകയായിരുന്നു. അവൻ പോയപ്പോൾ തനിച്ചായ കുട്ടിയെപ്പോലെ അവൾ അത്രത്തോളം ഭയന്നു പോയിരുന്നു. അഗ്നി, അവൾ അവന്റെ നെഞ്ചിൽ കിടന്ന് വിളിച്ചോണ്ടിരുന്നു. ഞാനില്ലേ കുഞ്ഞ, കരയില്ലേ? അവൻ ഇടർന്ന സ്വരത്തോടെ പറഞ്ഞു. വേണ്ട, വേണ്ട, ആരും വേണ്ട, ഞാൻ പൊക്കോളാം. അവൾ അങ്ങനെ തന്നെ നിന്നോണ്ട് പറഞ്ഞു. എങ്ങോട്ട്? അവൻ വാത്സല്യത്തോടെ ചോദിച്ചു. എൻ്റെ അച്ഛയുടെ അമ്മയുടെ അടുത്ത്. ഇവിടുന്ന് ആർക്കും ബാക്കി പറയും മുന്നേ അവൻ അവളുടെ വാപൊത്തി പിടിച്ചിരുന്നു. അവൾ കണ്ണു നിറച്ചുകൊണ്ട് അവനെ നോക്കി. ഇങ്ങനൊന്നും പറയല്ലേ കുഞ്ഞ, അഗ്നിക്ക് സങ്കടം വരുന്നു, അവൻ പറഞ്ഞു. കണ്ണുകൾ കലങ്ങി ചുവന്നിരുന്നു. എന്നെ ഇട്ടിട്ട് പോയില്ലേ? ഞാൻ തനിച്ചായില്ലേ? അവൾ ചുണ്ട് പിളർത്തിക്കൊണ്ട് പറഞ്ഞു. അവൻ അവളുടെ മുഖം പിടിച്ചുയർത്തി അവളുടെ മുഖമാകെ ചുംബിച്ചു. കണ്ണുകളിൽ അവന്റെ ചുണ്ടുകൾ അമരുമ്പോൾ അവളുടെ കണ്ണുനീർ അവന്റെ ചുണ്ടുകളും അറിഞ്ഞു. ആ ചുംബനം കൊണ്ട് പോലും അവളുടെ കരച്ചിൽ മാറുന്നില്ല എന്ന് കണ്ടതും അവൻ അവളെ അങ്ങനെ തന്നെ മുകളിലേക്ക് എടുത്തുയർത്തി ബെഡിനരികിലേക്ക് നടന്നു. ജ്വാല കരഞ്ഞുകൊണ്ട് അവനെ നോക്കി. അഗ്നി പതിയെ ബെഡിലായി കിടന്ന് അവളെ അവന്റെ ദേഹത്തേക്ക് കിടത്തി ചുറ്റിപ്പിടിച്ചു. അവളുടെ ഉടൽ മുഴുവൻ അവനിലാണിപ്പോൾ. ജ്വാല വിങ്ങുന്ന സങ്കടത്തിൽ അതൊന്നും അറിയുന്നില്ല. അവൾ അനുസരണയുള്ള കുട്ടിയെപ്പോലെ അവന്റെ നെഞ്ചിൽ പതുങ്ങിക്കിടന്നു. തേങ്ങുന്ന പെണ്ണിന്റെ ശരീരം ഇടയ്ക്കിടെ വിറയ്ക്കുന്നുണ്ട്. അഗ്നി അവളുടെ തലയിൽ തലോടിക്കൊണ്ട് കിടന്നു. പക്ഷെ അവന്റെ കണ്ണുകൾ കലങ്ങിയിരുന്നു. അവളെ പേടിപ്പിക്കാൻ വേണ്ടി വെറുതെ പുറത്തേക്ക് ഇറങ്ങിയതാ. പെണ്ണ് പുറകെ വരുന്നു കരുതി. പക്ഷെ വന്നില്ല. ഡോറടയ്ക്കുന്ന കണ്ടതും എന്തോ ഒരു ഭയം തോന്നി. പെട്ടെന്ന് തിരികെ വന്ന് ഡോറ് തുറന്നതും ജനലോരം നിൽക്കുന്നവളെ കണ്ട് ആശ്വാസം തോന്നി. പക്ഷേ അവൾ പുറത്തേക്ക് നോക്കി സംസാരിക്കുന്നത് കേട്ടതും ശരിക്കും ഞെട്ടിപ്പോയി. സത്യല്ലേ, എൻ്റെ കുഞ്ഞ് ആരും കൂടെയില്ലാതെ വളർന്ന കുട്ടിയല്ലേ? ഇവിടെ ഉള്ളവരല്ലേ അവളുടെ ലോകം? പൊന്നൊഴുകി എല്ലാവരും അവളെ പേടിപ്പിച്ചാ വളർത്തിയേ. അതുകൊണ്ട് തന്നെ അവളുടെ സ്വഭാവം ഇങ്ങനെ ആയതിൽ ആരെ കുറ്റം പറയാനാ? അവളുടെ ജീവിതം അതായിരുന്നു. അവളൊരു നിമിഷം കൊണ്ട് മരണത്തെക്കുറിച്ച് പോലും സംസാരിക്കുന്ന കേട്ടപ്പോൾ ശരിക്കും ഞാൻ തകർന്നുപോയി. അത്രത്തോളം നൊന്തോ എൻ്റെ അവഗണന ഇവൾക്ക്? അഗ്നി അവളെ ഒന്നുകൂടി ഇറുക്കി പിടിച്ചു. നെറ്റിയിൽ ഇടയ്ക്കിടയ്ക്ക് അവന്റെ ചുണ്ടുകൾ അമർന്നുകൊണ്ടിരുന്നു. അവള് കണ്ണുകൾ അടച്ചപ്പോഴും തേങ്ങുകയാണ്. കുഞ്ഞ കരയില്ലേ? അങ്ങനെ അഗ്നി നിന്നെ ഇട്ടിട്ട് പോകുന്ന തോന്നുന്നുണ്ടോടാ?
ഞാൻ അത്രയ്ക്ക് ആഗ്രഹിച്ച് സ്വന്താക്കിയതല്ലേ നിന്നെ. അങ്ങനെയുള്ളപ്പോ ഞാൻ എൻ്റെ പെണ്ണിനെ ഇട്ടിട്ട് പോവോ? ഉം, പറ. അവൻ വാത്സല്യത്തോടെ ചോദിച്ചു. പൊക്കോ, എനിക്ക് ആരും വേണ്ടല്ലോ. അഗ്നി പറഞ്ഞതുപോലെ എനിക്ക് കിച്ചേട്ടനുണ്ടല്ലോ. അതും ആ അവള് പറഞ്ഞു വന്നത് മുഴുവനാക്കും മുന്നേ അഗ്നി അവളുടെ ഇടുപ്പിൽ പിച്ചി കഴിഞ്ഞിരുന്നു. ജ്വാല അവനെ ദേഷ്യത്തോടെ നോക്കി. എന്താടി ഇങ്ങനെ നോക്കുന്നെ? അവളുടെ ഒരു കിച്ചു. ഇനി അവന്റെ പേര് നീ ഇവിടെ പറഞ്ഞ കിട്ടും നിനക്ക് എന്റെ കയ്യിന്ന്. അവൻ മുഖം വീർപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ജ്വാല അവനെ ചിറഞ്ഞു നോക്കി അവന്റെ നെഞ്ചിൽ തന്നെ കിടന്നു. അഗ്നി ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചു. പൊക്കോ, എങ്ങോട്ടാന്ന് വെച്ചാ പൊക്കോ. എന്തിനാ പോയിട്ട് തിരിച്ചു വന്നേ? അവൾ പരിഭവത്തോടെ ചോദിച്ചു. ഞാൻ എങ്ങോട്ട് പോവാനാ? അതും എൻ്റെ പൂച്ചക്കുട്ടി അവിടെ തനിച്ചാക്കി ഞാൻ എങ്ങോട്ടെങ്കിലും പോകുന്നെങ്കിൽ എൻ്റെ പെണ്ണും ഉണ്ടാവും എൻ്റെ കൂടെ. അവൻ ആർദ്രമായി പറഞ്ഞു. അവളെ മിണ്ടിയില്ല. അവനും സോറി. അല്പനേരം കഴിഞ്ഞതും പതിയെ പറഞ്ഞവൾ. എന്തിനാടാ? അവനിൽ വാത്സല്യം. ഞാൻ അഗ്നിയെ വേദനിപ്പിച്ചില്ലേ? അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി. എന്നെ മറന്നുപോയി? ഞാൻ ഉണ്ടായിരുന്നില്ലേ നിന്റെ അടുത്ത്? എന്നിട്ടും അവനെ കണ്ടപ്പോ നീ എന്തിനാ പേടിച്ചേ? നിന്നെ ഞാൻ നോക്കില്ലേ? പക്ഷെ അതൊന്നും നീ അപ്പോ ഓർത്തില്ലല്ലോ. ഈ മനസ്സിലെ കിച്ചൂനുള്ളതിൻ്റെ ഒരംശം പോലും സ്ഥാനം എനിക്കില്ലാന്ന് തോന്നിപ്പോയി. എന്തിനാ നീ എന്നെ വിഷമിപ്പിച്ചേ? അവൻ പരിഭവത്തോടെ ചോദിച്ചു. കിച്ചേട്ടന് ഞാൻ ഇങ്ങനത്തെ ഡ്രസ്സ് ഇടുന്നത് ഇഷ്ടമല്ല അഗ്നി. പെട്ടെന്ന് കിച്ചേട്ടൻ അങ്ങനെ നോക്കിയപ്പോ എനിക്ക് പേടിയായി. അപ്പന്നെ കിച്ചേട്ടൻ എന്തെങ്കിലും ചെയ്യുമെന്ന് മാത്രമേ ഓർത്തുള്ളൂ. അഗ്നിക്കത് ഇത്ര സങ്കടായോ? അവളുടെ സ്വരം പതിഞ്ഞുപോയി. നീ എന്നെ മനസ്സിലാക്കുന്നില്ല എന്ന് തോന്നിപ്പോയി. ആ ദേഷ്യം കൊണ്ടാ ഇതൊക്കെ ചെയ്തേ. പക്ഷെ എന്തിനാടാ ചത്ത് കളയുന്നൊക്കെ അച്ഛയോടും അമ്മയോടും മോള് പറഞ്ഞേ? അവൻ അവളുടെ കണ്ണ് തുടച്ചു കൊടുത്തോണ്ട് ചോദിച്ചു. ജ്വാല അവനെ സംശയത്തോടെ നോക്കി. നീ ഇവിടെ തനിച്ച് സംസാരിച്ചതല്ല ഞാൻ കേട്ടു. എന്നിട്ട് പോയതുകൊണ്ടാ എനിക്ക് അഗ്നിയുടെ വീടാ ഇഷ്ടം. അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. വീട് മാത്രമേ ഇഷ്ടമുള്ളോ? അവൻ ചോദിച്ചു. അച്ഛയെ, അമ്മയെ, അരവേട്ടനെ, മുത്തശ്ശിമാരെ എല്ലാരും ഇഷ്ടാ. അവള് പറഞ്ഞു. അപ്പൊ എന്നെയോ? എന്നെ ഇഷ്ടല്ലേ? അവൻ പുരികമുയർത്തി. അറിയില്ല. അവൾ കുറുമ്പോടെ പറഞ്ഞു. ആണോ? അറിയില്ലേ? അപ്പോ ഞാൻ പാവാണെന്നൊക്കെ നീ നിന്റെ അമ്മയോട് പറഞ്ഞതോ? അഗ്നി പുരികമുയർത്തി. അതൊക്കെ കേട്ടോ? ജ്വാല ചമ്മലോടെ ചോദിച്ചു. കേട്ടല്ലോ. അവൻ ചിരിയോടെ പറഞ്ഞു. അത് ഞാൻ വെറുതെ പറഞ്ഞതാ. ഇയാള് പാവൊന്നല്ല, ദുഷ്ടനാ. എന്റെ ചുണ്ട് കടിച്ചു പൊട്ടിച്ചില്ലേ? എന്റെ കയ്യിൽ മുറുക്കി പിടിച്ചില്ലേ? എനിക്ക് നല്ലോണം വേദനിച്ചല്ലോ. അവൾ അവനെ കൂർത്തൊന്ന് നോക്കി. അവന്റെ മുഖം മങ്ങി. അവന്റെ നോട്ടം അവളുടെ ചുണ്ടിലേക്ക് പോയി. അവളുടെ കീഴ്ചുണ്ടിൽ അവന്റെ പല്ലാഴുന്ന പാട് ഇപ്പോഴും കാണുന്നുണ്ട്. അവിടെ ചെറുതായി പൊട്ടിയിട്ടുമുണ്ട്. അവൻ പതിയെ അവളുടെ ചുണ്ടിൽ തലോടി. ജ്വാല അവനെ തന്നെ ഉറ്റുനോക്കി. തുടരും.